തീർച്ചയായിട്ടും ഒരു സംഘത്തിൽ വെച്ച് ഞാൻ അവനെ സ്മരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖമറുൽ ഉലമാ, പ്രിയപ്പെട്ടവരെ, ആകാശത്തുള്ള പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചാൽ അവിടെ പിന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർ കിതാബ് ഓതി പഠിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ കാന്തപുരം ഉസ്താദിനെയും അവരെ അനുധാവനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെയും തകർക്കുവാനോ തളർത്തുവാനോ സാധ്യമല്ല. പഠിച്ചവരാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ SYSനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഈ SSFനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതാ മഞ്ഞുമല താണ്ടി വന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പോക്കുവെയിലിന്റെ മഞ്ഞളിപ്പ് ഈ പ്രസ്ഥാനത്തിന് ഒരു ചുക്കം ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്ലാമിന്റെ ആശയം നിങ്ങൾ പഠിക്കുക, ഇസ്ലാമിന്റെ ആശയം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ അറിയുമോ, ഈ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി നടക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പ്രതികരിക്കും. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങന്മാരുണ്ട്, ഈ നിൽക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, ആയിരക്കണക്കിന് അനാഥ മക്കളുണ്ട്, ഉത്തരം കിട്ടുന്ന ആലിമീങ്ങളും അതുപോലെ തന്നെ സാദാത്തുക്കളുമുണ്ട്. അവരുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ആ പ്രാർത്ഥന നിങ്ങൾക്കെതിരെ വന്നാൽ ഒരു സ്കറ്റ് മിസൈലിനും അതിനെ തടുത്തു നിർത്താൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് പ്രാർത്ഥന അത് മുഅ്മിനിന്റെ ആയുധമാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തെ മാറ്റി എഴുതാൻ കഴിവുള്ളത് പ്രാർത്ഥനകൾക്കാണ്, മുഅ്മിനിന്റെ പ്രാർത്ഥനകൾക്കാണ് എന്ന് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹബീബായ മുത്തുനബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഈ അബ്ദുറഹ്മാൻ എഴുതിയ ലേഖനം, പത്രത്തിൽ അബ്ദുള്ള എഴുതിയ ലേഖനം, അത് പത്രത്തിൽ ഈ തേജസ്സിൽ വരാൻ പാടില്ല എന്ന് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനോട് എടുത്ത സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ പത്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ എന്റെ NDF-ന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന്